ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ എന്നെ അറിയാത്ത കുറെ അമ്മാവന്മാരും അമ്മായികളും ഇരുന്ന് തെറിയാണ്. പിന്നെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തെറിവിൾ കേട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ലേഡിയാണ് രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി. അവരുടെ ലൈഫ് അച്ചീവ് ചെയ്ത് അവർ അച്ചീവ്മെന്റ് നടത്തി അവരുടെ ലൈഫിൽ അവർ എവിടെയാണോ പരാജയപ്പെട്ടു പോയത് അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് നേടാൻ കഴിയുന്നത് എന്താണോ അവരെ നേടിയെടുത്തു. രേണുസുതിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മുൻപും പല വീടുകളിലും പറഞ്ഞിട്ടുള്ള പോലെ അവരൊരു റോൾ മോഡലാണ്. അതായത് അങ്ങനെ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി വെള്ളസാരി കൊടുത്ത് ഒരു വിധവയായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അണ്ണാക്കിൽ കൊടുത്ത ഒരു വളർച്ചയാണ് രേണുസുതി. അങ്ങനെയുള്ള ആളുകൾക്ക് അതായത് അപ്പോൾ അവർക്കെതിരെ കുറച്ച് രേണുസുതി കംപ്ലൈൻസ് കൊടുത്തു തോന്നണം. അതിനുശേഷം പിന്നെ അവർ ഇതീ വിടുന്നൊരു പ്രവണതയായി. കാരണം അത്രത്തോളം നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് രേണുസുതിക്ക്. ഇപ്പോൾ രേണുവിന് ഇപ്പോൾ മുമ്പ് വീഡിയോ കണ്ട പോലെ അവർ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഇവർ തെറി പറയാൻ വേണ്ടി മാത്രം കുറേ പേജുകളും കുറേ അഡ്മിന്മാരും നിൽക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫേസ്ബുക്കിൽ. പക്ഷെ അതെല്ലാം അവർക്കുള്ള റീച്ചായി മാറണം. ഇവർ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ നെഗറ്റീവ് കമൻസ് പ്രത്യേകം എന്ത് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻസ് തന്നെ കൂടുതൽ സെലിബ്രിറ്റികളെ വളർത്തുന്നത്, അപ്പോഴാണ് അവർക്ക് റീച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രേണുസുതിക്ക് തുടക്കത്തിൽ ഞാൻ മുൻപ് പറഞ്ഞു, തുടക്കത്തിൽ അവർക്ക് കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നു. അവർ ഈ പരിചയക്കുറവ് കാരണം കുറച്ച് ബോറിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാം അങ്ങനെ തന്നെ, എല്ലാ മേഖലയിലും തുടക്കത്തിൽ ആരും എവിടെ എത്തില്ല. അവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ശോഭിക്കുള്ളൂ. ഇപ്പോൾ രേണുസുതി ഇപ്പോൾ ആദ്യമൊക്കെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു, ഇപ്പോൾ അവരത് പ്രതികരിക്കുന്നില്ല. കാരണം അവർ പഠിച്ചു സോഷ്യൽ മീഡിയ എങ്ങനെയാണ്, ഇതിങ്ങനെ യൂസ് ചെയ്താലാണ് അത് അച്ചീവ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഈ ഒരു കാര്യം അച്ചീവ്മെൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന കാര്യം അവർ പഠിച്ചു. അവരതിൽ പഠിച്ച് അവരവിടെ എവിടെ എത്താതെ പോകുന്ന കഴിവുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ച് ഭർത്താക്കന്മാരുടെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ട് സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട് പല പരിഹാസങ്ങൾക്കും വിധേയമായിട്ട് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൊരു മാതൃകയാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി. അതായത് ഒരുപാട് പേർക്ക് പ്രചോദനം ഇങ്ങനെയുള്ള ആളുകൾക്ക്. അവരെ എത്രത്തോളം അവരെ പരിഹസിച്ച് പുച്ഛിച്ച് അവരെ കണ്ടന്റ് ഉണ്ടാക്കിയ പല ആളുകളും നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് വളർത്തി കൊണ്ടുവന്ന ആളുകളുണ്ട്. അതല്ലാതെ അവരെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടി, അതായത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ 2 കുട്ടികളും കൂടി തെരുവിൽ അലയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ നന്മമരങ്ങളൊക്കെ വന്ന് അവർക്ക് കുറച്ച് സഹായ വാഗ്ദാനമൊക്കെ നൽകി അവരുടെ ഒരു സഹാനുഭൂതിയൊക്കെ പിടിച്ചു വാങ്ങി അങ്ങനെ കണ്ണീരും കാഴ്ചപ്പാടായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് രേണുസുതി മാറിയെങ്കിൽ അവർക്ക് എന്നും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് കുറേ ലൈക്കും ഷെയറും അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ ആയിരിക്കും. അതായത് അവർ ഒതുങ്ങിക്കൂടിയ ഭർത്താവ് മരിച്ച വെള്ളസാരി എടുത്ത് 2 മക്കളെയും കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെ എല്ലാവരും മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ആളുകൾക്കും അവരുടെ നല്ല സ്നേഹമായിരിക്കും. ഇവർ ഈ കളിയാക്കുന്ന ആളുകളുടെ കണ്ണാടിൽ കൊടുത്ത് അവർ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ ആഴ്ച കഴിയുന്നോറും വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്റ്റേജ് പ്രോഗ്രാം ഇപ്പോൾ 3-ാമത്തെ 4-ാമത്തെ പ്രോഗ്രാമാണ് അബ്രോഡ് ദുബായിൽ കിട്ടുന്നത്. അതും അവരുടെ റെമ്യൂണറേഷൻ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചു. അവർ അത്രത്തോളം ബിഗ് ബോസിന് ഇറങ്ങി വരുന്ന മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം രേണുസുതിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് അവരുടെ കഴിവ് തന്നെയാണ്. അത്യാവശ്യം പാടുന്നുണ്ട്, നല്ല രീതിയിൽ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല തുടക്കകാലത്തൊക്കെ നല്ല ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നല്ല അവർക്ക് സംസാരിക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ അറിയാതെ അല്ലെങ്കിൽ സ്റ്റേജിൽ സംസാരിക്കാൻ അറിയാതെയൊക്കെ നല്ല അവർ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ 1-2 വർഷം കഴിഞ്ഞവിടുന്ന് മുതൽ രേണുസുതി പഴയ രേണുസുതി അല്ല. അവർ പല ആളുകളും പറയുന്നത് ഭർത്താവ് മരിച്ചത് വിറ്റ് കാശാക്കി എന്ന് പറയുന്നുണ്ട്. സുധി എന്നറിയപ്പെടുന്ന കലാകാരൻ നമുക്കറിയാം, അദ്ദേഹം അത്യാവശ്യം സിനിമയിൽ അഭിനയിച്ചുള്ള ഒരു കലാകാരനാണ്. അത്യാവശ്യമുള്ള സിനിമയിൽ കൂടുതലും അദ്ദേഹം സിനിമയേക്കാളും കൂടുതൽ അദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമും TV പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കലാകാരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വലിയ രീതിയിൽ സമ്പത്തും കാര്യങ്ങളും പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചില്ല. അത് രേണുവിന് പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് ഈ ജീവിക്കാൻ പറയുന്ന വഴിയിൽ അവർക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യം ഇതൊക്കെയാണ്. അവർ ആ മേഖലയിലേക്ക് ഇറങ്ങി, അവർ സോഷ്യൽ മീഡിയ എന്ന മേഖലയിലേക്ക് ഇറങ്ങി, റീൽസ് ഷോർട്ട് ഫിലിമിലൊക്കെ ഇറങ്ങി അവരെ കൊണ്ടുവന്ന ആളുകളും പറഞ്ഞ് കോഴിക്കോട് ദാസേട്ടൻ പറഞ്ഞ പുള്ളിക്കാരനെ ഇവരെ കൊണ്ടുവന്നത്. അതും അദ്ദേഹം അഭിമാനത്തോടുകൂടെ പറയുന്നുണ്ട്. അപ്പൊ അവർ ആ മേഖലയിൽ കൈവച്ച് അവരവിടെ ശോഭിച്ചു നല്ല രീതിയിൽ. മുൻപത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു എന്നെക്കാളും കൂടുതൽ ഷോസും എന്നെക്കാളും കൂടുതൽ തിരക്കുള്ള വ്യക്തിയെ മാറി രേണുസുതി എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പൊ ഇവര് മാതൃക തന്നെയാണ്. ഇപ്പൊ ഇവരെ കളിയാക്കുന്ന ആളുകളെ ഒരു ഭാഗത്ത് നിന്ന് കളിയാക്കൊണ്ടിരിക്കുക, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കൊക്കെയോ വന്നു രേണുസുതിരെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവരുടെ കരിയർ നശിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പഴയകാല റിലേഷൻഷിപ്പ് പറഞ്ഞ് അവരെ തളർത്തുന്ന രീതിയിൽ, അതുപോലെ സുധിയുടെ പഴയകാല ലൈഫൊക്കെ പറഞ്ഞ് അവരെ തളർത്തുന്ന രീതിയിൽ ഈ ഒരു മേഖലയിൽ നിന്ന് അവർ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ആളുകളും പ്രവർത്തിച്ചു. പല
നാറിയ ചാനലുകളും പ്രവർത്തിച്ചു. അപ്പൊ അവർക്കെതിരെ കുറച്ച് രേണുസുതി കംപ്ലൈൻസ് കൊടുത്തു തോന്നണം. അതിനുശേഷം പിന്നെ അവര് ഇതീ വിടുന്ന ഒരു പ്രവണതയായി. കാരണം അത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് രേണുസുതിക്ക്. ഇപ്പൊ രേണുവിന് ഇപ്പൊ മുമ്പ് വീഡിയോ കണ്ട പോലെ അവര് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഇവര് തെറി പറയാൻ വേണ്ടി മാത്രം കുറെ പേജുകളും കുറെ അഡ്മിന്മാർ നിൽക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫേസ്ബുക്കിൽ. പക്ഷെ അതെല്ലാം അവർക്കുള്ള റീച്ചായി മാറണം. ഇവര് നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് പ്രത്യേകം ഉണ്ട് വെച്ചാൽ ഈ നെഗറ്റീവ് കമന്റ്സ് തന്നെ കൂടുതൽ സെലിബ്രിറ്റികളെ വളർത്തുന്നത്. അപ്പോഴാണ് അവർക്ക് റീച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രേണുസുതിക്ക് തുടക്കത്തിൽ, ഞാൻ മുൻപ് പറഞ്ഞു, തുടക്കത്തിൽ അവർക്ക് കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നു. അവർ ഈ പരിചയക്കുറവ് കാരണം കുറച്ച് ബോറിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാം അങ്ങനെ തന്നെ, എല്ലാ മേഖലയിലും തുടക്കത്തിൽ ആരും എവിടെ എത്തില്ല. അവരത് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ശോഭിക്കുള്ളൂ. ഇപ്പൊ രേണുസുതി ഇപ്പൊ ആദ്യമൊക്കെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു, ഇപ്പൊ അവരത് പ്രതികരിക്കുന്നില്ല. കാരണം അവർ പഠിച്ചു സോഷ്യൽ മീഡിയ എങ്ങനെയാണ്, ഇത് ഇങ്ങനെ യൂസ് ചെയ്താലാണ് അത് അച്ചീവ്മെന്റ്, അവരുടെ ലൈഫിൽ ഈ ഒരു കാര്യം അച്ചീവ്മെന്റ് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന കാര്യം അവർ പഠിച്ചു. അവരത് പഠിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗം പഠിച്ച് അവരതിൽ വളർന്നു. ഇപ്പൊ സ്റ്റേജ് ടു സ്റ്റേജ് അവർക്ക് കേരളത്തിനേക്കാൾ കൂടുതൽ പ്രോഗ്രാംസ് കിട്ടുന്നത് ഇപ്പോൾ ദുബായിലാണ്. അത് നല്ല ഓഫർ കിട്ടുന്നുണ്ട്, നല്ല ഉദ്ഘാടനം കിട്ടുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അവരുടെ ഇൻകം, അതായത് റെമ്യൂണറേഷനെല്ലാം പ്രതിഫലം വർദ്ധിപ്പിച്ചു രേണുസുതി. അപ്പൊ അവര് വളരട്ടെ. ഇനി വെറുതെ അവരുടെ ബാഗിൽ പോയി അവരുടെ ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ പറ്റിയിട്ട് പല അപകീർത്തിപ്പെടുന്ന രീതിയിൽ അവരുടെ ഫാമിലി മാറ്റേഴ്സിനെ എടുത്തിടുക, അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു കലാപരിപാടികൾ ഉണ്ടാക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അതൊരു തെണ്ടിത്തരമാണ്. ഇനി അവരുടെ വഴിക്ക് വിടുക. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇനി എത്രയോ കണ്ടന്റ് ഉണ്ട്, നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാം. ഇനി അവരെ വെച്ച് നല്ല കണ്ടന്റ് ഉണ്ടാക്കാം. അതല്ലാതെ അവരെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അവരെ ഈ മേഖല നശിപ്പിക്കണം എന്ന രീതിയിലാണ് പല ആളുകളും രേണുസുതിക്കെതിരെ വരുന്നത്, രംഗത്ത് വരുന്നതും. പല യൂട്യൂബേഴ്സ് ആയാലും രേണുസുതിയുടെ മരിച്ച സുധിയെ പറ്റിയുള്ള പല റൂമേഴ്സും, അനാവശ്യമുള്ള റൂമേഴ്സ്. അതായത് രേണുസുതി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സുധി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലൈഫിനെയൊക്കെ പറ്റി ചോദ്യം ചെയ്യുന്ന, ആ ഒരു ലൈഫിനെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പല റൂമേഴ്സും ഒരു കാര്യമില്ല. ഇങ്ങനെ റൂമേഴ്സ് ഉണ്ടാക്കി വിടുന്നവർക്ക് യാതൊരു ഗുണം കിട്ടുന്നില്ല, അവർക്ക് ചാനൽ റീച്ച് ആവുമെന്നല്ലാതെ. അപ്പൊ അതിലൊരാളുടെ ജീവിതം വെച്ചിട്ടല്ല അവരിങ്ങനെ ഈ റീച്ച് ഉണ്ടാക്കുന്നത്. ഒന്നല്ലെങ്കിൽ അവരുടെ വഴിക്ക് വിടുക, അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക. ഇത് ഒരാളുടെ കരിയർ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒന്നില്ലെങ്കിൽ അവർ ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, അവരതിൽ ഒതുങ്ങി കൂടാതെ അന്തസ്സായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. മാത്രമല്ല ബിഗ് ബോസ് എന്ന ഒരു വലിയൊരു ഷോയിൽ അവസരം കിട്ടിയിട്ട് പോലും അവരവിടെ നിൽക്കാതെ അവർക്ക് ആ ഡിപ്രഷന്റെ സ്റ്റേജിൽ വരെ എത്തിയിട്ടാണ് അവരവിടെ നിന്ന് സ്വമേധയ എവിക്റ്റഡ് ആയിട്ട് വന്നത്. ഒരുപക്ഷെ അവർ ചിലപ്പോൾ ടോപ്പ് 5 എത്താൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു രേണുസുതി. പക്ഷെ എന്തോ അവരൊക്കെ ഡിപ്രഷൻ സ്റ്റേജ് ആയതുകൊണ്ട് അവിടെ നിന്ന് മാറി. അതിനുശേഷം ഒരു മിനിറ്റ് പോലെ, ഒരു ദിവസം പോലെ അവർ വെറുതെ ഇരിക്കാതെ ആ സ്റ്റേജ് ടു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അവരുടെ വഴിക്ക് വിടുക, അവർ വളരട്ടെ, അവർ നല്ലൊരു കരിയർ ഉണ്ടാക്കട്ടെ.